അതിജീവിത പണ്ട് മുതലേ പറയുന്നുണ്ട്. ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ട്. പലരും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പറയാൻ പറ്റത്തില്ല നമുക്ക്. ആ രീതിയിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ സാധനം. അതെങ്ങനെ കാണാനിടയായി എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പക്ഷെ ഇപ്പൊ പുറത്ത് എടുക്കത്തില്ല ഒരുത്തരം. കാരണം ഇത് പ്രശ്നമായെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പുറത്തെടുക്കുന്നവനോ ഇത് അപ്ലോഡ് ചെയ്യുകയോ ഇത് ആരെങ്കിലും കാണിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നവനും എല്ലാം കേസിനകത്ത് പെടും. അപ്പോൾ അത് കാരണം ഇത് ഇപ്പോൾ പുറത്തെടുക്കത്തില്ല. ഇപ്പോൾ പുറത്ത് വരാൻ പറ്റുന്നില്ല. അതിന് ഇനി കാലങ്ങൾ കഴിയുമ്പോഴും പുറത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുറത്തെടുക്കാൻ ഒക്കാതായി. അപ്പോൾ ഇത് എങ്ങനെ വെളിയിൽ പോയി എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇത് മജിസ്ട്രേറ്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയെന്ന് എന്തിനാ പുഴുങ്ങി തിന്നാനും? ഇത് ഇങ്ങനെയുള്ള ഇത്രയുള്ള ഇതുപോലുള്ള ഒരു കാര്യം മജിസ്ട്രേറ്റിന് വീട്ടിൽ കൊണ്ടുപോകാൻ എന്താ അവകാശമുള്ള അധികാരമുള്ളത്? ഒന്നുമില്ല. വളരെ വളരെ മോശമായൊരു പ്രവൃത്തിയാണ് ആ ചെയ്തത്. ഇത് കൊണ്ടുപോവുക, എന്നിട്ട് ഏതാണ്ട് കാലങ്ങളോളം കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ അലിഗേഷൻസ് ഇതിനകത്ത് പറയുന്നത് എനിക്ക് അറിയില്ല. അത് ഇതിലെ പ്രതികളെയും അതുപോലെ പ്രതികളുടെ അഭിഭാഷകരെയും വിളിച്ച് മജിസ്ട്രേറ്റിൻ്റെ ലാപ്ടോപ്പിൽ ഇത് പ്രദർശിപ്പിക്കുക. ഇതിൽ പരം മോശമായൊരു കാര്യം എന്തോ ഉണ്ട്? അതിനുള്ള അധികാരം ആര് കൊടുത്തു മജിസ്ട്രേറ്റിന്? എന്താണ് മജിസ്ട്രേറ്റിൻ്റെ ഈ രീതിയിലുള്ള പവറും പ്രവർത്തനത്തിൻ്റെ ആ രീതിയും എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ചെയ്തു എന്ന് ശ്രീമതി ഹണി വർഗീസിന് കൊടുത്ത മൊഴിയിൽ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കുടുങ്ങുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ഇത് സർവീസ് ചട്ടങ്ങളും അതുപോലെ ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും കാണുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാം ലംഘനമാണ്. സത്യപ്രജ്ഞയുടെ തന്നെ ലംഘനമാണ്. ആ രീതിയിലേക്ക് മാറും. വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ തൊണ്ടി മുതലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയെന്ന് പറയാൻ. അത് വെക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല. എനിക്കറിയാതെന്ന് അറിഞ്ഞ ഇന്നുവരെ ഒരു തൊണ്ടി മുതൽ ഞാൻ ഒരുപാട് ഇത്രയും വർഷം ജഡ്ജിയായിട്ടിരുന്ന ആളാണ്. ഏതാണ്ട് 500 പരം കൊലക്കേസുകൾ എൻ്റെ മുമ്പ് നടന്നിട്ടുണ്ട്. ധാരാളം ബലാത്സംഗ കേസുകൾ നടന്നിട്ടുണ്ട്, പോക്സോ കേസുകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും തൊണ്ടി മുതലുകളൊന്നും ഞാൻ ഇന്നുവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഞാനത് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ക്ലാർക്ക് ഡീൽ ചെയ്യും. സമയമാകുമ്പോൾ അത് കോടതിയിലെടുത്ത് വെക്കും, കൊണ്ടുവരും. ഇനി ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലുള്ള ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പിഒ ആണ്. അത് ആ കുട്ടിക്ക് എന്തുമാത്രം ഹരാസ്മെന്റ് ഉണ്ടാക്കിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് ആര് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, ആര് ചെയ്യിപ്പിച്ചു എന്നുള്ളതൊന്നും അല്ല അതിനകത്തെ കാര്യം. അതിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ പിന്നെ എന്താണുള്ളത്? അതിന് ഇരട്ടി ബുദ്ധിമുട്ടല്ലേ അതിന്? കാരണം ഇത് നാട്ടുകാർ മുഴുവൻ കാണുക, അത് ഇറങ്ങി നടക്കണ്ടേ സമൂഹത്തിൽ. അപ്പൊ എന്തുമാത്രം എംബരാസ്മെന്റും വിഷമവും അതിനുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോഴത് പറഞ്ഞേക്കുന്ന ഇതുപോലെ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല ആളുകളും ഇത് കാണാനിടയായിട്ടുണ്ട് എന്ന് അത് പറയുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമൊന്നും ആരും മുഖവിലേക്ക് എടുത്തില്ലെങ്കിലും പിന്നെ ഇത് തോന്നി ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന്. അങ്ങനെ തോന്നിയപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു സിംഗിൾ ജഡ്ജിൻ്റെ ഓർഡർ അത് വന്നത്. കാരണം ഇതിനകത്തൊരു എൻക്വയറി അന്വേഷണം, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം, ഇത് കോപ്പി ചെയ്തിട്ടുണ്ടോ, പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം, ആ അന്വേഷണത്തിന് ഒരു റിപ്പോർട്ട് അന്വേഷിച്ച് പെട്ടെന്ന് ഹാജരാക്കണം എന്ന് പറഞ്ഞു ഒരു ഡയറക്ഷൻ ഇവിടുത്തെ ഈ കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളം സെഷൻസ് ജഡ്ജിന് കൊടുക്കുന്നു. എറണാകുളം സെഷൻ ജഡ്ജ് ഞാൻ മനസ്സിലാക്കിയത് ഒരു എൻക്വയറി നടത്തി. ആ എൻക്വയറി നടത്തിയിട്ട് അത് മാത്രമല്ല ഹൈക്കോടതി പെർമിറ്റ് ചെയ്തിരുന്നു വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഓഫീസേഴ്സിൻ്റെ സഹായം തേടാമെന്ന് പറഞ്ഞിരുന്നു എൻക്വയറിക്ക്. അതൊന്നും തേടിക്കണ്ടില്ല. മാത്രമല്ല ഇതിനകത്തുള്ള വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഈ അതിജീവിതയെ ഇതിനകത്ത് അതിൻ്റെ മൊഴി എടുത്തിട്ടില്ല. അതെടുക്കേണ്ട, എൻക്വയറിക്കകത്ത് അത് ഉറപ്പായിട്ട് എടുക്കേണ്ട. മറ്റേ കേസെന്ന് പറയുന്നതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ആ മെയിൻ കേസ് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ചു, അതിനെ പീഡിപ്പിച്ചതിന് മുന്നേ അതിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അലിഗേഷൻ. മറ്റേതിനകത്ത് ഇതിനകത്ത് അതല്ല. ഈ പീഡിപ്പിച്ച ഈ MO എന്ന് പറയുന്നത് കോടതി വന്നപ്പോൾ അത് തിരിമറി നടത്തി അതിൻ്റെ ഹാഷ് വാല്യൂ മാറ്റി പല ആളുകളും കണ്ടിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട്, ഹാഷ് വാല്യൂ അത് കണ്ടിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള എൻക്വയറിയാണ് നടക്കുന്ന അന്വേഷണം. ആ അന്വേഷണത്തിൽ ഇതിന്റെ മൊഴിയെടുക്കാം. ഇതെങ്ങനെ മനസ്സിലായി ഇതിന്, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടോ, അതിന്റെ പരാതി എന്താണ് ഒന്ന് കേൾക്കേണ്ടതാണ്. അത് കേട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല.
സബ്ജക്റ്റ് കറക്ഷൻ. കാരണം ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങ് വിഡ്രോ ചെയ്യുന്നു, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം അതിൻ്റെ മൊഴി എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.